ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിസ ക്രിയേഷൻസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നന്ദി അറിയിക്കട്ടെ. ഇന്നൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ടോപ്പ് കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അതെങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. മെഷർമെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ലാതെ തന്നെ കൂട്ടിയടിക്കാൻ അറിയാവുന്ന ആർക്കും വളരെ അനായാസമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബ്ലൗസ് ആണെന്ന് കാണിക്കുന്നത്. അത് നിങ്ങൾ പ്ലാസോയുടെ മുകളിലോ നിങ്ങളുടെ പാവാടയുടെ മുകളിലോ നിങ്ങളുടെ ജീൻസിന്റെ മുകളിൽ എവിടെ വേണമെങ്കിലും പെൺകുട്ടികൾ ഉപയോഗിക്കാം. അപ്പം നമുക്കിത് വീഡിയോയിൽ കടന്നാലോ? ഒരു പഴയ ഒരു ഗൗണിന്റെ അടിഭാഗം വെട്ടിയെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പഴയ തുണി ട്രൈ ചെയ്യാം, ഇല്ല പുതിയ തുണിയും ട്രൈ ചെയ്യാൻ. കുഴപ്പമൊന്നുമില്ല. ഒരു മീറ്റർ വാങ്ങിച്ച് നിങ്ങൾ 4 മടക്കി. ഈ ബനിയൻ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ ബനിയൻ ഉണ്ടാവുമല്ലോ. ദേ, സ്ലീവ് ഒന്നുമില്ല അതിന്, ഷോൾഡർ മാത്രം കൂട്ടി അടിച്ചിരിക്കുകയാണ്. പക്ഷെ എക്സ്റ്റൻഡ് സ്ലീവ് പോലെ നമുക്ക് തോന്നും. അത് നന്നായിട്ട് തേച്ച് നമുക്ക് നമ്മുടെ പാകത്തിലുള്ള ഒരു ബനിയൻ ഇടുക. കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ ബനിയനിൽ. എന്നിട്ട് 4 മടക്കി ആ തുണിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് സെയിം നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് മാത്രം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് മുകളിലത്തെ ഷോൾഡർ മാർക്ക് ചെയ്തു, കഴുത്തിന്റെ ഇറക്കവും മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്കിനൊക്കെ നമ്മൾ ആ ഒരു ബനിയൻ വെച്ചിട്ട് മാർക്ക് ചെയ്തില്ലേ, അത് നമ്മളിവിടെ പോയിന്റ് ഇട്ടു. നമുക്കത് വെച്ച് മുഴുവൻ ചെയ്യാം, പക്ഷെ ഒരു 3 ഇഞ്ച് ബാക്ക് നെക്കിന്റെ ഇറക്കവും നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ നമ്മുടെ നെക്ക് വിടുത്ത് നമ്മൾ ഇവിടെ ആ ബനിയൻ വെച്ച് അടയാളപ്പെടുത്തുക. ആ സ്ക്വയറിൽ നമ്മളുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ അത് ഒരു 4.5 ഇഞ്ചാണ് വരുന്നത്. ഒരു ബോട്ട് നെക്കാണ്. ബാക്ക് സൈഡിൽ നമുക്ക് 3 ഇഞ്ച് ഇറക്കവുമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അങ്ങ് സീത ഈ കാണിച്ചിരിക്കുന്ന ഇതിലൂടെ അങ്ങ് വെട്ടി എഴുതുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, ആർക്കും ചെയ്യാവുന്ന ഒരു ബ്ലൗസാണിത്. നമുക്കിനിയും അത് എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ കണ്ടില്ല അങ്ങനെ നമ്മൾ കുഴിച്ച് വെട്ടുന്നുള്ളത്. അത് ബോട്ട് നെക്ക് രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കാരണം നമ്മൾ ബനിയൻ വെച്ച് വെട്ടുന്നത് കൊണ്ട്. നമുക്കിനി ഇത് വെട്ടിയെടുക്കാം. ആദ്യം നമ്മൾ ബാക്കിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ വെട്ടുന്നത് 2 നെക്കും അഴുക്കായി പോകത്തില്ല. നമ്മൾ അത് വെട്ടി മാറ്റി. എന്നിട്ട് നമ്മൾ ഷോൾഡറും വെട്ടി, നമ്മൾ സൈഡും വെട്ടി, നമ്മൾ എങ്ങനെ ഇറക്കി കഴിയുമ്പോൾ നമുക്ക് 4 പീസും വെട്ടി കിട്ടി. എന്നിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യാൻ, സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെയൊക്കെ വെട്ടണമല്ലോ. അപ്പോൾ നമ്മൾ അകത്തെ ബാക്ക് നെക്കിൻ്റെ ബാക്ക് പീസ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഫ്രണ്ട് പീസ് വീണ്ടും ഇട്ട് നമ്മൾ ഫ്രണ്ട് പീസും കൂടെ നമ്മൾ വെട്ടിയെടുക്കണം. മടക്കി വെച്ചിട്ട് നമ്മൾ വെട്ടണം. അതേ രീതി നമ്മൾ മാറ്റി ഫ്രണ്ട് നെക്ക് നമ്മൾ അങ്ങനെ വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല വശം കാണത്തക്ക രീതിയിൽ 2 നല്ല വശങ്ങൾ അടുപ്പിച്ച് നമ്മൾ 2 പീസും എടുത്ത് വെച്ചു. അങ്ങനെയാണ് നമുക്ക് അടിക്കണേ. നമ്മൾ ആ ഷോൾഡർ അടിച്ചു. ഒരു ഷോൾഡർ ആദ്യം അടിക്കുന്നത്, മറ്റേ ഷോൾഡർ പിന്നെ അടിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈയുടെ സൈഡ് വേണമെങ്കിൽ യോജിപ്പിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നെക്ക് യോജിപ്പിച്ചാലും മതി. കൈയുടെ സൈഡ് യോജിപ്പിച്ച് സൈഡും കൂടെ നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ നമ്മുടെ ഷോർട്ട് ടോപ്പ് റെഡി. അപ്പോൾ എത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് നോക്കി. മറ്റു തൈകളൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയാം. നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യണം. നിങ്ങൾ വീട്ടിൽ കുറേ എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങൾ കാണും, അത് വെച്ച് നമുക്ക് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നെക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോസ് പട്ടി നമ്മൾ അടി. ഇങ്ങനത്തെ ഞാൻ 2 പട്ടി വെട്ടുന്നേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ 4 പട്ടി അതുപോലെ വെട്ടിയെടുത്തോണം. നമ്മൾ ഒന്നിച്ച് കൂട്ടിയടിക്കുന്ന ഒരു പട്ടിയെക്കുറിച്ച് നിങ്ങൾ ക്രോസ് പട്ടി കാണും. ഇത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് ചെറിയ നെക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് ക്രോസ് പട്ടി കൂട്ടി അടിച്ചിട്ട് നമുക്ക് നെക്ക് നമുക്ക് യോജിപ്പിച്ചും നെക്കിൻ്റെ കാര്യവും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യങ്ങൾ. അപ്പം നമ്മളത് ഇതൊക്കെ സാധാരണ ബ്ലൗസ് അടിക്കുന്ന പോലെയല്ല നമ്മൾ നെക്ക് അടിക്കുന്നത്. ശ്രദ്ധിച്ചോണം നിങ്ങൾ. ക്രോസ് പട്ടി കൂട്ടി അടിച്ചിട്ട് അകത്തേക്കല്ല മടക്കി അടിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് നമ്മൾ മടക്കി നമ്മൾ നന്നായി വെക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ഓൾ ഓപ്ഷൻ കൂടെ അമർത്തണം. പലരും ഓൾ ഓപ്ഷൻ അമർത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. വെറും ബെല്ല് മാത്രം അമർത്തിയാൽ പോലെ ഓൾ ഓപ്ഷൻ കൂടെ അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. തയ്യിലേക്ക് കിടക്കാം. എങ്ങനെ നമുക്ക് തയ്ക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ക്രോസ് പട്ടി നമുക്ക് കൂട്ടിയെടുക്കാം. ഈ 4 പീസ് നമ്മളിങ്ങനെ കൂട്ടിയടിച്ച് ക്രോസ് പട്ടി ശരിയാക്കി എടുക്കുകയാണ്. നമ്മൾ ജോയിന്റ് നമ്മൾ നന്നായിട്ട് നമ്മൾ ആദ്യം ഒന്നിച്ച് യോജിപ്പിക്കും. ഒരു വശത്തെ ഷോൾഡർ മാത്രം ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കിടന്നോട്ടെ. 1/2 ഇഞ്ച് വീതിയിൽ നമ്മളത് സാധാരണ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ നമ്മൾ ജോയിൻ ചെയ്യും. 2 പ്രാവശ്യമൊക്കെ അടിച്ചോണോ. ഞാൻ ഒറ്റ പ്രാവശ്യം അടിക്കും, ചിലപ്പോൾ 2 പ്രാവശ്യം അടിക്കുമായിരിക്കും. എന്നാലും നിങ്ങൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം അടിച്ചോണം. നമുക്ക് ഒരു ഷോൾഡർ അടിച്ചിറക്കിയതിന് ശേഷമാണ് നമ്മൾ നെക്ക് ബാൻഡ്. അപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ നമ്മൾ അടിച്ച് ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ച് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടിച്ചേക്കാം, കാരണം ഷോൾഡർ അല്ലേ വലിഞ്ഞ് പൊട്ടി പോകാതിരിക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളത്, നമുക്ക് നമ്മുടെ ക്രോസ് പട്ടി വെച്ച് നമ്മൾ ഒരു 1/4 ഇഞ്ച് മാർജിൻ നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്രോസ് പട്ടി നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ.
അത് നിങ്ങൾ അടിച്ച് ഏറ്റവും അവസാനം ആ അങ്ങേ വശം വരെ നമ്മൾ അടിച്ചിറക്കിയിട്ട് നമ്മൾ അതിന് ടോപ്പ് സ്റ്റിച്ച് ഒന്നും ആവശ്യമില്ല. നല്ല ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പട്ടി അടിച്ചതുപോലെ നമ്മൾ വെനിയിലൊക്കെ കാണുന്നില്ല ഒരു പട്ടി, അതുപോലെ നമുക്ക് കാണാം. അത്രേ ഉള്ളൂ ഇതിൻ്റെ. ഇത് പൈപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയ ക്രോസ് പട്ടി വെച്ച് മടക്കി അടിക്കുന്നു, ഒരു ബൈൻഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ച് വെച്ചിട്ട് നമ്മളൊന്നങ്ങ് ശ്രദ്ധിച്ചേ, ആ ഒരു തുമ്പ് നമ്മൾ നോക്കുക, ആ തയ്ച്ചിരിക്കുന്ന ആ ലൈനിലേക്ക് മടക്കി വെക്കുന്നത്, അകത്തേക്കുമല്ല. കണ്ടോ, ആ തയ്യൽ എതിരെ പോയിരിക്കുന്നത് നമ്മൾ കൂട്ടി യോജിപ്പോൾ ആ തയ്യൽ ആ ഒരു ലൈനിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു പട്ടി മടക്കി ചെറുതായിട്ട് മടക്കി, അങ്ങനെ ആ ഒരു സൈഡിൽ കൂടി തന്നെ മടക്കിയ സൈഡിൽ കൂടി തന്നെ ആ നേരത്തെ അടിച്ചിരിക്കുന്ന ആ ഒരു അടുപ്പിന് മുകളിൽ കൂടി തന്നെ അടിച്ചങ്ങ് ഇറക്കുകയാണ്. അങ്ങനെ അടിച്ചിറക്കുമ്പോൾ നല്ല ഭംഗി, ബനിയനൊക്കെ തയ്ച്ചിരിക്കുന്ന പോലെ തന്നെ ഇതിരിക്കും, നല്ല ഭംഗിയായിട്ട് നമുക്കതിരിക്കും. അപ്പം നമുക്ക് നെക്ക് നല്ല ഭംഗിയായിട്ട് ബൈൻഡ് ചെയ്തിട്ട് മനസ്സിലാകുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിനി പട്ടി അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിച്ച് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അത് എത്ര ഭംഗിയായിരിക്കും എന്ന് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കാൻ നല്ല ഭംഗിയായിട്ട് നമ്മൾ കൊണ്ട് കുറച്ച് 1/2 ഇഞ്ച് വീതിയെ കാണുന്നുള്ളൂ, വീതി നമ്മൾ മടക്കി നമ്മൾ അടിച്ച് നമ്മൾ ബൈൻഡ് ചെയ്ത്, അങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗവും നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചിറക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ഷോൾഡർ നമ്മളങ്ങ് കൂട്ടി യോജിപ്പിക്കുകയാണ്. എന്തെങ്കിലും എക്സ്ട്രാ തുണി വേണമെങ്കിൽ നമ്മൾ പൈപ്പിങ്ങിന് വെട്ടിക്കളയും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ഷോൾഡറിന് 2 ഭാഗം കൂടെ കൂട്ടി നമ്മളങ്ങ് യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കഴുത്ത് ശരിയായി, നമ്മുടെ 2 ഷോൾഡറും ഈ അടിപ്പോട് തീർന്നു. ഇനി നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ കൈ മടക്കി അടിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഇതുപോലെ പട്ടി വെച്ച് വേണമെങ്കിൽ നമുക്ക് യോജിപ്പിക്കാം. ഞാൻ ജസ്റ്റ് മടക്കി അടിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഷോൾഡർ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോൾഡർ നമ്മൾ അടിച്ചു. നമ്മളതിനെ നൂല് എന്തെങ്കിലും കണ്ടില്ല, നമ്മൾ ഷോൾഡർ നമ്മൾ അടിച്ചു. ഇനി നമ്മൾ കൈയുടെ സൈഡ് ഷോൾഡർ അടിച്ചു കഴിഞ്ഞുള്ള ആ സൈഡിൽ കണ്ടില്ലേ, ജോയിൻ ചെയ്തായി കാണുന്ന മുകളിൽ കാണുന്ന ഇത്, അവിടെ നമ്മൾ കൈയുടെ ആ ഭാഗമായിട്ട് കാണുന്ന ആ ഭാഗം നമ്മൾ ചെറുതായിട്ട് മടക്കി അടിക്കുകയാണ്. അത് 2 കൈയും അതുപോലെ അങ്ങ് അടിച്ചാൽ മതി. കാണുന്നുണ്ടല്ലോ കൈ എങ്ങനെ മടക്കി അടിക്കുന്നതെന്ന്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളിങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് കണ്ടിട്ട് കമൻസുകൾ ഇട്ടിട്ട് സംശയം പറഞ്ഞ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറയാനായിട്ട്. കാരണം വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പറയുന്നുമുണ്ട്, അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ അല്പം കണ്ടിട്ട് കുറച്ച് തയ്യൽ അറിയാവുന്നതായിരിക്കും കാണുന്നത്, അവർ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ കമൻസ് എഴുതി ഇതെന്താ അതെന്താ സീം അലവൻസ് ഇടാതെ ചോദിക്കുന്നത്. സീം അലവൻസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ബ്ലൗസുകളിലൊക്കെ കൈയൊക്കെ അടിച്ച് കഴിഞ്ഞ് കണ്ടില്ലേ. ഇപ്പം നമ്മൾ സൈഡ് വരച്ചിട്ടിട്ടുണ്ട്, നമ്മൾ സൈഡ് ജോയിൻറ്റാണ്, അതിലൂടെ നമ്മൾ അതും അടിച്ച് ഇറക്കി കഴിയുമ്പോൾ നമ്മളുടെ ബ്ലൗസ് അവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് ബ്ലൗസ് അടിച്ച് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നിങ്ങളിതൊന്നും ഇങ്ങനെയൊന്നും ഒന്നുമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് എനിക്കൊന്ന് 5 മിനിറ്റുള്ളിൽ അടിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. 2 സൈഡ് നമ്മളങ്ങനെ അടിച്ചിറക്കി കഴിയുമ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ പൂർണ്ണമാകും. ഇനി നമുക്ക് ഏത് പിള്ളേർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും വെളിയിലൊക്കെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ.